മട്ടന്നൂർ വാഹനാപകടത്തിൽ അന്തരിച്ച ദേശാഭിമാനി ലേഖകനും മട്ടന്നൂർ പ്രസ് ഫോറം മുൻ പ്രസിഡന്റുമായ രാകേഷ് കായലൂരിനെ ഒന്നാം ചരമദിനത്തിൽ മട്ടന്നൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. മട്ടന്നൂർ റാറാവിസ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി MLA-യുടെ അലവൻസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അലവൻസ് കൊടുത്ത് ഒരു ഓഫീസ് പ്രവർത്തനത്തിന് വേണ്ടി ഒരാളെ നിശ്ചയിക്കാം. അപ്പം ഞാൻ ആദ്യം MLA ആയിരുന്ന ഘട്ടത്തിൽ ഒരാളെ വെക്കാം. അപ്പം ഇവിടെ ആലോചിച്ചപ്പോൾ രതീഷൊക്കെ പറഞ്ഞു, ഇവിടെ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള, അന്ന് പ്രധാനമായും ഈ പബ്ലിസിറ്റിയാണ്. അപ്പം മാധ്യമങ്ങളിൽ വാർത്ത വരുത്തലാണ് പ്രധാന വിഷയം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പുതിയ മണ്ഡലത്തിൻ്റെ ആകെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഈ രാകേഷാണ്. അതുകൊണ്ട് രാകേഷിനെ ഇവിടുത്തെ സെക്രട്ടറിയായി വെക്കുന്നതാണ് നല്ലത് എന്ന് നിർദ്ദേശിച്ചു. അതനുസരിച്ച് രാകേഷിനെ ഇവിടെ MLA-യുടെ ഓഫീസ് സെക്രട്ടറിയായി മട്ടന്നൂർ പ്രവർത്തിച്ചു. ആ 5 കൊല്ലം കഴിഞ്ഞ് രണ്ടാമത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ മന്ത്രിയായപ്പോൾ അന്ന് എൻ്റെ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാകേഷിനെ ഞാൻ മന്ത്രിയുടെ സ്റ്റാഫായി അംഗീകരിച്ച് രാകേഷ്. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ഫോറം പ്രസിഡന്റ് ജിജേഷ് ചാവശ്ശേരി അധ്യക്ഷനായി. M. രതീഷ, V.R. ഭാസ്കരൻ, P. അബ്ദുൽ ജലീൽ, V. രാമദാസൻ, രാജൻ പുതുക്കുടി, NC സുമോദ, P. വിജിത്ത് കുമാർ, KP രമേശൻ, അണിയേര് അച്യുതൻ, M. കുമാരൻ, MK അബ്ദുറഹ്മാൻ, M. മുകുന്ദൻ, VN മുഹമ്മദ്, TV മോഹനൻ, മുസ്തഫ ദാവാരി, ഗണേശൻ കുന്നുമ്മൽ, രാജേന്ദ്രൻ മാലൂർ, യൂസഫ് റാറാവീസ്, രമേശ് ബാബു എന്നിവർ സംസാരിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി KP അനിൽകുമാർ സ്വാഗതവും ട്രഷറർ മട്ടന്നൂർ സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു.